രാഹുൽ വയനാട് ഒഴിയും എന്നുള്ളത് റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ റായ്ബറേലിയിൽ ജയിക്കുകയാണെങ്കിൽ ഇവിടെ ഒഴിയും എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പായ ഒരു കാര്യമായിരുന്നു. പക്ഷേ പ്രിയങ്ക സ്ഥാനാർത്ഥിയാകും, കേരളത്തിൽ നിന്ന് മത്സരിക്കും എന്നുള്ളതൊരു അതിലൊരു അത്ഭുതമുണ്ടോ? അല്ല, ഈ ഒരു തെരഞ്ഞെടുപ്പ് ശേഷം കോൺഗ്രസ്സിലുണ്ടായിട്ടുള്ള ഒരു ഉണർവ് അത് നിലനിർത്തണമെങ്കിൽ ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പെങ്കിലും അതേപോലുള്ളൊരു മൊമെൻറ്റം കീപ്പ് ചെയ്യുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് ശേഷം ഉണ്ടായിട്ടുള്ള ഊർജ്ജം നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിലനിർത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള എവിടെയെങ്കിലും സ്ഥാനാർത്ഥികൾ ഉണ്ടാവുകയും ആ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാവുകയും അങ്ങനെ ഈ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ മുൻകൈ നിലനിർത്തുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. അതായിരിക്കാം ഒരു കാരണം. രണ്ടാമത്തത്, കേരളത്തിലെ ഈ സീറ്റ് വേക്കൻ്റായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഥാനാർത്ഥി മോഹവുമായി വരുന്ന ആളുകൾ ഒരുപാട് പേര് ഇതിലേക്ക് വരുന്നുണ്ട്. അതിനൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളത് പൊതുവെ ഗാന്ധി കുടുംബത്തോട് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ ഉത്തര കേരളത്തിലുള്ള ആളുകൾക്കുള്ള ഒരു മമത, ഇത്തരം കാര്യങ്ങളൊക്കെയും പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവേശം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശം, അതിന് പറ്റിയൊരു ലോഞ്ചിങ് പാഡായിട്ട് അവർ, കാരണം അവിടെ വേറെ ഒന്നും ഭയക്കാനില്ല, മറ്റ് എലിമെൻറ്റ്സ് ഒന്നും വരാനില്ല എന്ന ഇത്തരം ഘടകങ്ങൾ ഒരുപക്ഷെ ഈ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ടെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ മേൽക്കൈ നിലനിർത്തുക എന്ന കോൺഗ്രസിൻ്റെ നിലപാടായിരിക്കണം, അല്ലെങ്കിൽ തീരുമാനമായിരിക്കണം എന്നാണ് കരുതുന്നത്.